സ്നേഹമുള്ള വളയത്തെ നല്ലവരായ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലെ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ അവസ്ഥകൾ, വളരെ ചെറുപ്പത്തിലെ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന്, അതിനുശേഷം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഈ കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയമെടുത്തുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരു സ്നേഹ സംവാദം എന്ന പോലെ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ മൈക്കിൻ്റെ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിളിൽ ലൂക്കാ സുവിശേഷകൻ എഴുതിയ 15-ാം അധ്യായത്തില് ഒരു പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയ പുത്രൻ തന്റെ അവകാശം പിതാവിനോട് ചോദിച്ചു വാങ്ങി എല്ലാ അവകാശങ്ങളും സ്വത്തുക്കളും ശേഖരിച്ച് കൂട്ടുകാരോടൊന്നിച്ച് വിദേശയാത്ര ചെയ്തു. ഈ യാത്രയുടെ ദിവസങ്ങള്, മാസങ്ങള്, വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഈ പുത്രന്റെ സമ്പാദ്യമെല്ലാം ധൂർത്തടിച്ച് ചിലവഴിച്ചു കളഞ്ഞു. അങ്ങനെ തന്റെ സമ്പത്ത് മുഴുവൻ താൻ ധൂർത്തടിച്ച് ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് വലിയൊരു ക്ഷാമമുണ്ടായി. അപ്രതീക്ഷിതമായ ഈ ക്ഷാമത്തിലകപ്പെട്ട് ഈ പയ്യൻ വലയുകയാണ്. ഒരു തൊഴിലന്വേഷിച്ചു. അങ്ങനെ തൊഴിലന്വേഷിച്ച് ചെന്നപ്പോൾ കിട്ടിയത് ഒരു പന്നി മേയ്ക്കുന്ന ജോലിയാണ്. അതെങ്കിൽ അത് സമയത്തിന് ആഹാരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഈ ധനാഢ്യനായ ഈ മനുഷ്യന്റെ പുത്രൻ പന്നിയെ മേയ്ക്കാൻ ആരംഭിച്ചു. ദാരിദ്ര്യം പെരുകി മുഴുപട്ടിണിയിലായി ദേശം മുഴുവൻ. പന്നിക്ക് കൊടുക്കുന്ന തവിട് പോലും കഴിച്ച് വിശപ്പടക്കാൻ ഈ മകൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ മകന് തോന്നുകയാണ്, തന്റെ പിതാവ് എത്രയോ സമ്പന്നൻ, എത്രയോ ജോലിക്കാരാണ് തന്റെ പിതാവിന് വേണ്ടി ജോലി ചെയ്യുന്നത്. എത്രയോ സമ്പന്നനായ പിതാവിൽ നിന്ന് ഞാൻ വേർപെട്ട് പിതാവിന്റെ സ്വത്തുക്കളെല്ലാം ഭാഗം വെച്ചെടുത്ത് ഞാൻ ഇതാ ധൂർത്തനായി കഴിഞ്ഞിരിക്കുന്നു. ആ പുത്രൻ ഇങ്ങനെ ചിന്തിച്ചു, ഒരു മാനസാന്തരത്തിന്റെ അനുഭവം. ഞാൻ എഴുന്നേറ്റ് ഈ പന്നിക്കൂട്ടിൽ നിന്നും എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലും. അവിടെ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനെ പോലെ എന്നെ സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ പുത്രൻ തിരിച്ച് സ്വന്തം ഭവനത്തിലേക്ക് പോവുകയാണ്. വളരെ അകലെ നിന്ന് തന്നെ നഷ്ടപ്പെട്ട മകനെ കണ്ടെത്താൻ വേണ്ടി ആഗ്രഹിച്ച് ഇരു കണ്ണുകളും വിദൂരതയിലേക്ക് കണ്ണുന്നിട്ടുകൊണ്ട് 2-ാം നിലയുടെ മാളിക മുകളിൽ ഇരുന്നു കൊണ്ട് ഈ മകനെ മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന പിതാവ് അകലെ നിന്ന് തന്നെ തന്റെ പുത്രൻ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി മെലിഞ്ഞ ശരീരവുമായി പതുക്കെ പതുക്കെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ആ പിതാവ് ഓടിച്ചെന്നു പുത്രന്റെ അടുത്തേക്ക്. ഓടിച്ചെന്നവനെ വാരിപ്പിടിച്ചു മാറോട് ചേർത്തു തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ കീറിപ്പരിഞ്ഞ വസ്ത്രങ്ങളെല്ലാം മാറ്റി അവന് പുതുവസ്ത്രം ധരിപ്പിച്ചു. അവന്റെ മോതിരം അവന്റെ കയ്യിൽ ഇട്ടുകൊടുത്തു. നീ എന്റെ മകനാണ് എന്ന ആ സത്യം മോതിരത്തിലൂടെ അവന്റെ വിരലിൽ ചാർത്തി കൊടുത്തുകൊണ്ട് അവൻ മാറോട് ചേർത്ത് തന്റെ പുത്രനെ സ്വീകരിച്ചു. പണിക്കാരോട് പറഞ്ഞു, ഇതാ ഇവൻ എനിക്ക് നഷ്ടപ്പെട്ടവനായിരിക്കുന്നു,
അവനിതാ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. കൊഴുത്ത കാളയെ കൊന്ന്, ആടുമാടുകളെ കൊന്ന് വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കുവിൻ, നമുക്ക് ഒരുമിച്ച് ആഹ്ലാദിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യം വിശുദ്ധ ബൈബിളിലെ ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയ യേശുക്രിസ്തുവിനോട് അന്നത്തെ കാലത്തെ നിയമജ്ഞന്മാര്, നിയമപണ്ഡിതന്മാര്, പ്രീസിതന്മാര് പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരവായി കൊടുത്തൊരു മറുപടിയാ ഉദാഹരണ സഹിതം. ഈ ഒരു സംഭവം ഞാനിവിടെ വിവരിച്ചത് എന്റെ ഒരു ജീവിതം ഇതുപോലെ ഒരു ദൂർത്തനായി ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വളരെ യൗവനത്തിൽ തന്നെ, 19 വയസ്സിൽ തന്നെ ഞാൻ എന്റെ ഈ സാക്ഷ്യത്തിലേക്ക് കടക്കുമ്പോ ആമുഖമില്ലാതെ പറയാം, 19ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹിതനായി. അപ്പോൾ ജോലിയില്ല. ഒരു ജോലി തേടി അന്വേഷിച്ച് ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു കള്ളിഷാപ്പിൽ ജോലി കിട്ടി. കള്ളിഷാപ്പിൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ ആ ജോലിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ കുറേശ്ശെ മദ്യപിക്കണമെന്ന് തോന്നി. അങ്ങനെ അല്പം സ്വല്പം മധുരക്കള്ള് കുടിക്കാൻ തുടങ്ങി. മധുരക്കള്ള് കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പലരും എന്നോട് പറഞ്ഞു. അങ്ങനെ മധുരക്കള്ള് കുടിക്കാൻ തുടങ്ങി. ക്രമേണ ലഹരിയുള്ള കള്ള് ഉച്ചയ്ക്ക് ശേഷം കള്ളിന് കയ്പാകും. അങ്ങനെ കയ്പുള്ള കള്ള് കുടിച്ചു. എന്തു പറയുന്നു, എന്തിനേറെ മാസങ്ങൾ കഴിഞ്ഞപ്പോ ഞാൻ നല്ലൊരു മദ്യപാനിയായി മാറി, കള്ളുകുടിയനായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാരായം ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നത്. ചാരായം വന്നു കഴിഞ്ഞപ്പോൾ ചാരായക്കടയുടെ ഒരു കമ്മീഷൻ ഏറ്റെടുത്തു. അങ്ങനെ കമ്മീഷൻ കച്ചവടം തുടങ്ങി. അങ്ങനെ ഇതുപോലെ 2 മുറി പീടികയില് കള്ളും ചാരായവും മാറി മാറി വിറ്റ് ധാരാളം കുടിച്ച് ധാരാളം പണമുണ്ടാക്കി, ധാരാളം കൂട്ടുകാരെ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ എൻ്റെ യൗവനം എങ്ങനെ സുഖിക്കാൻ തുടങ്ങി. ഇതിനോടനുബന്ധിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ. അങ്ങനെ എല്ലാ ലഹരിയിൽ ആറാടി യൗവനത്തിന്റെ തിളപ്പില് അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കൊരാശയം തോന്നി, ദൈവമില്ല എന്ന ചിന്ത. എന്തിനും ഏതിനും എനിക്ക് കൂട്ടുകാരുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് എന്തും ചെയ്യും, ഞങ്ങളൊരു ടീം വിചാരിച്ചാല് ആ നാട്ടിൽ എന്തും സാധിക്കും. അങ്ങനെ ഒരു ചിന്ത ഉടലെടുത്തു. പിന്നെ ദൈവമില്ല, മതമില്ല, വിശ്വാസമില്ല. അങ്ങനെ നിരീശ്വരവാദത്തിലേക്ക് കടന്നു. അന്ന് കേരളത്തിൽ ലഭിക്കാമായിരുന്ന എല്ലാ നിരീശ്വരവാദികളുടെയും പുസ്തകങ്ങൾ വാങ്ങി വായിച്ചു. ഇടമറുകെ, ജോൺസൺ, ഐരൂർ, പവനൻ, ദേവസിക്കുട്ടി മുതലായ നിരീശ്വരവാദികളുടെ പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി ആളുകളെ നിരീശ്വരവാദത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക് കൊണ്ടുവന്നു. വീണ്ടും അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. ദൈവമില്ല എന്ന പഠനം, പഠിപ്പിക്കൽ, മദ്യവും മയക്കുമരുന്നുകളുടെ ഉപയോഗം, അതിന്റെ വിൽപ്പന, ഇങ്ങനെ ജീവിതത്തില് താളം തെറ്റിയ ഒരു ജീവിതക്രമം എന്റെ ജീവിതത്തിൽ ആരംഭിക്കുക. വീണ്ടും കുറച്ച് നാളുകൾ മുന്നോട്ട് പോയപ്പോ എനിക്ക് വിപ്ലവ പ്രസ്ഥാനങ്ങളോട് വലിയ ആഭിമുഖ്യം തോന്നി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു ചെന്നു. എന്റെ അന്നത്തെ യൗവനത്തിന്റെ തിളപ്പും ആരോഗ്യവും എന്റെ സാമ്പത്തിക മേഖലയുമെല്ലാം ഞാൻ അതിനു വേണ്ടി ചെലവഴിക്കാൻ തുടങ്ങി. പാർട്ടിയില് ധാരാളം ആളുകൾ എന്നോടൊപ്പം കൂടി. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഞാനൊരു പ്രാദേശിക തലത്തിലെ നേതാവായി ഉയർന്നു. അങ്ങനെ എനിക്ക് പാർട്ടിയുടെ പിന്തുണയുണ്ട്. നാട്ടിലോ അടുത്ത സ്ഥലങ്ങളിലൊക്കെ എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ പോകും. പ്രശ്നം തീർക്കുന്നത് ഞങ്ങളാ, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കുറെ കാലം പ്രവർത്തിച്ചു, നിരവധി വർഷങ്ങൾ. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നി വിപ്ലവം പോരാ. അങ്ങനെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു. നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു നക്സൽ കേസിൽ കായണ്ണ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. ലോക്കപ്പിലിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു. നിരവധി ദിവസത്തെ പോലീസിന്റെ മർദ്ദന മുറകൾ എന്റെ ശരീരം ഏറ്റുവാങ്ങി. ഏതോ നിമിഷത്തിൽ ബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ ബോധം നഷ്ടപ്പെട്ട് മരണപ്രജ്ഞനായി ലോക്കപ്പിൽ കിടന്ന അനേക ദിവസങ്ങൾ.
അവസാനം പോലീസ് വിചാരിച്ചു ഇവൻ മരിച്ചു പോകും, അതുകൊണ്ട് ഇവനെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ച് പോലീസ് എന്നെ ഒരു വിജന സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചു. ബോധം വീണ്ടും കിട്ടിയപ്പോ ഞാൻ വീണ്ടും തിരിച്ചു വന്നു. ഞാൻ നടത്തുന്ന കള്ളിഷാപ്പും ചാരായക്കടയും തുറന്നു. വീണ്ടും പ്രവർത്തനം തുടങ്ങി. മദ്യപാനവും ലഹരി മരുന്നുകളുടെ ഉപയോഗവും കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങി. പോലീസിനെ എവിടെ കണ്ടു കഴിഞ്ഞാലും, പോലീസ് വാഹനം എവിടെ കണ്ടാലും പോലീസ് വാഹനം തടഞ്ഞു നിർത്തി പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെടുക എന്റെ പതിവായി. പോലീസ് വീണ്ടും പിടിക്കും, അറസ്റ്റ് ചെയ്യും, ലോക്കപ്പിലിടും, പുതിയ പുതിയ കേസുകൾ ചാർജ് ചെയ്യും. അങ്ങനെ കുറെ നാളുകൾ കടന്നു പോവുകയാണ്. ഇതിനിടയിൽ പോലീസിന്റെ മർദ്ദനം മൂലം എന്റെ ശാരീരികമായ ക്ഷമത തകർന്നു, ആരോഗ്യം നശിച്ചു. മദ്യപാനം മൂലം ലിവർ സിറോസിസ് എന്ന മാരകമായ രോഗം ബാധിച്ച് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഡോക്ടർമാർ പരിശോധിച്ചു പറഞ്ഞു, നീ ഇനി 6 മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുകയില്ല, നിന്റെ കരള് തീർന്നു പോയിരിക്കുന്നു, നീ 6 മാസത്തിൽ കൂടുതൽ ഇനി ജീവിച്ചിരിക്കുകയില്ല. ഞാൻ വീണ്ടും കോളേജിൽ നിന്ന് ഡോക്ടറോട് ചീത്ത വിളിച്ച് വീണ്ടും ഇറങ്ങി വന്നു. ഞാൻ വീണ്ടും പൂർവാധികം ശക്തിയില് ലഹരിയും അതുപോലെ മയക്കുമരുന്നുകളും ഉപയോഗിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. കുടുംബ സമാധാനം തകർന്നു. മദ്യപിച്ച് വീട്ടിൽ ചെന്ന് ഭാര്യയോടും മക്കളോടും വഴക്കായി. എല്ലാവരോടും ഒരു വെറുപ്പ്, വിദ്വേഷം എന്റെ മനസ്സിൽ രൂപപ്പെട്ടു. എല്ലാവരും ഒന്നൊന്നായി എന്നെ ഉപേക്ഷിച്ചു പോകാൻ തുടങ്ങി. കാര്യകാരണമില്ലാതെ തന്നെ മറ്റു പലരെയും ഞാൻ ഉപദ്രവിക്കുന്ന ശീലമായി. അതോടെ നാട്ടുകാർ വെറുത്തു, വീട്ടുകാർ വെറുത്തു. ഭാര്യയും മക്കളും എന്റെ മദ്യപാനത്തിന്റെ ഈ ദുരവസ്ഥ മൂലം സമാധാനം നഷ്ടപ്പെട്ടു. 3 കുഞ്ഞുങ്ങളും വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഒന്നൊന്നായി ഓരോരുത്തരേക്ക് പിന്തുണ തന്നവർ, പ്രസ്ഥാനങ്ങളില് മുന്നോട്ട് പോയ എല്ലാ പ്രസ്ഥാനങ്ങളും എന്നെ ഉപേക്ഷിച്ചു. എന്റെ ആളുകളും എന്റെ വീട്ടുകാരും നാട്ടുകാരും സഹോദരങ്ങളും എന്റെ അപ്പനും അമ്മയും അടക്കം എന്നെ ഉപേക്ഷിച്ച് ഇവനൊന്ന് മരിച്ചാൽ മതി, ഇവൻ നാട്ടിനൊരു ശാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേർച്ച നേർന്ന ആളുകളുണ്ട്. അങ്ങനെ ഞാനും മരിക്കാൻ തയ്യാറാകുക. ഒരു ദിവസം എന്റെ തലച്ചോറ് ഇങ്ങനെ എന്റെ ഉള്ളിലിരുന്ന് മന്ത്രിച്ചു, നിനക്കിനി രക്ഷയില്ല, നിന്റെ ജീവിതം തകർന്നിരിക്കുന്നു, നിന്റെ യൗവനകാലം മുഴുവൻ നീ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ ആരോഗ്യം തകർന്നിരിക്കുന്നു, നിന്റെ സാമ്പത്തിക നില തകർന്നിരിക്കുന്നു, നിന്നെ സഹായിക്കാൻ ഇനി ആരുമില്ല, അതുകൊണ്ട് നീ ആത്മഹത്യ ചെയ്യുക. എല്ലാ ദിവസവും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആത്മഹത്യയെ കുറിച്ചുള്ള ചിന്ത സാത്താൻ നൽകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു. ആത്മഹത്യക്ക് വേണ്ടി പുറപ്പെട്ടു. 1-ലധികം തവണ ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു, പരാജയപ്പെട്ടു. പുതിയൊരു ആത്മഹത്യക്ക് വേണ്ടി, പരാജയപ്പെടാത്ത ഒരു ആത്മഹത്യക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഷാപ്പിലിരുന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ വെള്ള വസ്ത്രം ധരിച്ച് മീശയൊക്കെ വടിച്ച് കുറെ തെരുവിലിറങ്ങി സുവിശേഷം പറയുന്ന വ്യക്തികളുണ്ട്. എന്റെ നാട്ടിലും ഉണ്ടായിരുന്നു അതുപോലൊരു വ്യക്തി. ഈ മനുഷ്യൻ പലതവണ ഈ മനുഷ്യനെ ഞാൻ ഉപദ്രവിച്ചിട്ടുള്ള ആളാ. കള്ള പ്രാർത്ഥനക്കാരൻ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ പലതവണ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്റെ ഷാപ്പിന്റെ മുമ്പിലൂടെ വരാതെ വഴി മാറി സഞ്ചരിച്ചാണ് അദ്ദേഹം ടൗണുകളിലേക്കൊക്കെ പോവുക. അങ്ങനെയുള്ള ഒരു വ്യക്തി ഞാൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഷാപ്പിലേക്ക് കടന്നു വന്ന് എന്റെ കണ്ണുകളിൽ നോക്കി എന്റെ കരങ്ങളിൽ പിടിച്ച് ഇങ്ങനെ പറഞ്ഞു, സഹോദര എന്ന് വിളിച്ചുകൊണ്ട്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, നീ ഇപ്പോൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയല്ലേ, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ അവനോട് പോയി പറയുക, അവന് രക്ഷയില്ല എന്ന് വിചാരിച്ച് അവൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, എന്നാൽ നിനക്ക് രക്ഷയുണ്ട്, രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിലേക്ക് നീ നിന്റെ വിശ്വാസം അർപ്പിച്ചാൽ അവൻ നിന്നെ രക്ഷിക്കും, അവന് നിന്നെ വഴി നടത്തും, നിന്നെ ഒരു പുതിയ ശിക്ഷയാക്കി മാറ്റുമെന്ന് ഈ സഹോദരനിലൂടെ ഞാൻ കേട്ടു. ഞാൻ മറ്റാരോടും പറയാത്ത എന്റെ ആത്മഹത്യാ രഹസ്യം പറഞ്ഞ ഈ സഹോദരൻ ഇത് പറഞ്ഞപ്പോ ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, 2 വട്ടം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയി പരാജയപ്പെട്ടിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് ആ മനുഷ്യനോട് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ചാലക്കുടിക്കടുത്ത് ഡിവൈൻ എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്,
അവിടെ നാനാജാതി മതസ്ഥരായ ആളുകൾ പോയി ധ്യാനിച്ച് അവരുടെ ജീവിതത്തിൽ വിശുദ്ധി വരുത്തി നല്ല ജീവിതം നയിക്കുന്ന ആളുകളാണ്. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മോചനം നൽകുന്ന ഒരു സ്ഥലമാണത്. അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. എല്ലാ ജാതി മതസ്ഥരും വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നീ അവിടെ പോയി ഒരാഴ്ച ധ്യാനം കേൾക്കുക, വചനം കേൾക്കുക, നിനക്ക് രക്ഷയുണ്ട്. 1994 നവംബർ മാസം 25-ാം തീയതി, ഇന്നേക്ക് 30 വർഷക്കാലം മുമ്പ് ഈ കേരളത്തിലെ കൊയിലാണ്ടി ദേശത്ത് ചക്കിട്ടപ്പാറ എന്ന പഞ്ചായത്തിൽ നിന്ന് നടന്നുപോയി ഡിവൈനിൽ പോയി ധ്യാനം കൂടി. നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കാം, ഇവൻ എന്തുകൊണ്ട് നടന്നു പോകുന്നു എന്ന്. 1994 നവംബർ മാസം 25-ാം തീയതി കേരളത്തില് ഒരു സംഭവം നടന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സഖാവ് എം വി രാഘവൻ കൂത്തുപറമ്പ് സഹകരണ ബാങ്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ച 5 സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ ഗൺമാൻ വെടിവെച്ച് വീഴ്ത്തി. അതിന്റെ ദുഃഖസൂചകമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹർത്താലുകളും ബന്ദുകളും 3 ദിവസം നടക്കുകയാണ്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു, വാഹനങ്ങളൊന്നും ഓടിയില്ല. അങ്ങനെ കേരളം നിശ്ചലമായി കിടന്ന ആ 3 നാളുകളിലാണ് ഈ അത്ഭുതകരമായ ഒരു പരിവർത്തനം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവിടെ നിന്ന് നടന്ന് 220 കിലോമീറ്റർ ദൂരമുള്ള ചാലക്കുടിയിലെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലെത്തി. അവിടെ ഒരാഴ്ച ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല പ്രിയരെ. ധ്യാനത്തിൽ ഞാനിങ്ങനെ ഉറക്കവും മയക്കവുമായി ധ്യാന ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. എന്നാൽ ഈ ധ്യാനത്തിന്റെ ഏതോ ഒരു ദിവസം എന്റെ കാതുകളിൽ ഒരു വചനം ഇങ്ങനെ കേട്ടു: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന ഒരു വചനം എന്റെ കാതുകളിൽ കേട്ടു. ആ ഒരു വചനമാണ് എന്നെ കഴിഞ്ഞ 30 വർഷമായി ഈ തെരുവോരങ്ങളിൽ മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ജില്ലകളില് മാത്രമല്ല, ഇന്ത്യയുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ, വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോയി ദൈവം സ്നേഹിക്കുന്നു എന്ന ഈ ദൈവത്തിന്റെ സന്ദേശം രക്ഷയില്ല എന്ന് വിചാരിച്ച് ആത്മഹത്യയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ജനങ്ങളിലേക്ക് നാം ഓരോ ദിവസവും പത്രമെടുക്കുമ്പോൾ, നിങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓർക്കണമേ, എത്രയോ ആത്മഹത്യകളാണ് ഓരോ ദിവസവും നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. മക്കളെ ഒന്നടങ്കം, കുടുംബത്തെ ഒന്നടങ്കം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന മാതാപിതാക്കളുള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറിയില്ലേ? നമ്മുടെ ദേശം മാറിയിട്ടില്ലേ? മനുഷ്യന് സമാധാനമുണ്ടോ? സ്വസ്ഥതയുണ്ടോ? കടബാധ്യതയിൽ കുടുങ്ങിക്കിടക്കുന്നവര് അതിന് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നു. മക്കൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നു. മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തില്ലെങ്കിൽ മക്കൾ ആത്മഹത്യ ചെയ്യുന്നു. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. പ്രഭാതത്തിൽ പത്രമെടുത്ത് നോക്കിയാൽ നമ്മളുടെ കൺമുമ്പിൽ എന്താണ് നമ്മൾ കാണുന്നത്? നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടോ? നമുക്കൊരു സമാധാനത്തിന് വകയുണ്ടോ? നമുക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ടോ? എന്നാൽ പ്രത്യാശ നൽകുന്ന, സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന, ഉറപ്പ് നൽകുന്ന യേശു ക്രിസ്തു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ 30 വർഷങ്ങൾക്കപ്പുറം എന്റെ ജീവിതം ആത്മഹത്യയിലേക്ക് കൂപ്പുകുത്തി, മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് ആരോഗ്യം തകർന്ന്, സമ്പത്ത് നശിച്ച്, ഭാര്യയും മക്കളുമെല്ലാം ഉപേക്ഷിച്ചു പോയപ്പോൾ, നിരാശയിലാണ്ട് ഞാൻ ആത്മഹത്യയിലേക്ക് പോയപ്പോൾ, രക്ഷയുടെ മാർഗമായ യേശു ക്രിസ്തുവിലേക്ക് വഴിതിരിച്ചുവിട്ട് യേശു എന്നെ ഇന്നും സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 30 വർഷമായി ഈ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ദേശങ്ങളിലും പോയി ഈ സത്യദൈവത്തെ അറിയിക്കാൻ വേണ്ടി ദൈവം എന്നെ അനുവദിച്ചിരിക്കുക. ഞാനിവിടെ പറയുമ്പോൾ എൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞിവിടെ അവസാനിപ്പിക്കുക. നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ശേഷം നിരവധി ആളുകൾ ഇവിടെ സുവിശേഷം പറയാനുള്ളത് കൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന ഒറ്റ വചനം കഴിഞ്ഞ 30 വർഷമായി എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എൻ്റെ മദ്യപാനശീലം നിന്നു, എൻ്റെ ലഹരി മരുന്നുകളുടെ ഉപയോഗം നിന്നു. 6 മാസത്തിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ വൈദ്യശാസ്ത്രത്തെ തോൽപ്പിച്ചുകൊണ്ട് 30 വർഷമായി പൂർണ്ണാരോഗ്യവാനായി 70-ാമത്തെ വയസ്സിലും കർത്താവിനെ നയിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തിലൂടെ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ സാമ്പത്തിക നില മാറി. തകർച്ചയിലൂടെ ഞാൻ കടന്നുപോയ എനിക്കിനി ജീവിക്കാൻ മാർഗമില്ല. ഞാൻ ഈ ധ്യാനം കൂടി വന്നു കഴിഞ്ഞപ്പോൾ എന്നിലൊരു മാറ്റം സംഭവിച്ചു. അതും കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്താണ് മാറ്റമെന്നറിയോ? രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിരീശ്വരവാദിയായ ഞാൻ ആദ്യമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എൻ്റെ കാതുകളിൽ കേട്ട വചനം വിശുദ്ധ ബൈബിളിൽ, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ എവിടെയാണ്
എനിക്ക് നൽകിയിരിക്കുന്ന ഈ വചനമെന്ന് ഈ രാത്രിയിൽ ഉറക്കത്തിൽ എനിക്ക് നീ ബോധ്യപ്പെടുത്തി തന്നാൽ നിന്നിൽ ഞാൻ വിശ്വസിക്കും, നിനക്ക് വേണ്ടി വേല ചെയ്യും. നിങ്ങൾക്കറിയോ പ്രിയരെ, രാത്രിയുടെ 3-ാം യാമത്തിൽ അത്ഭുതകരമായ ഒരു ദർശനം എന്നെ കാണിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 16:31 ബൈബിളിലെ സുവർണ ലിപികളിൽ സ്വർണ്ണ നിറത്തിൽ കൈവിരലുകൾ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗീയ പിതാവ് എഴുതി കാണിക്കുകയാ. അപ്പസ്തോല പ്രവർത്തനം 16:31. നിന്റെ ചോദ്യത്തിന് ഉത്തരം നീ ആദ്യമായി വാങ്ങിക്കൊണ്ടുവന്ന വിശുദ്ധ ഗ്രന്ഥമെടുത്ത് അപ്പസ്തോല പ്രവർത്തനം പരിശോധിക്കൂ. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമുണ്ടോ എന്ന് ദൈവം എന്നോട് ചോദിച്ചു. ആ സത്യം സ്ഥിരീകരിക്കാൻ വേണ്ടി അന്നാദ്യമായി വാങ്ങിക്കൊണ്ടുവന്ന ബൈബിൾ എടുത്ത് ബൈബിളിലെ അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുവചനത്തിലേക്ക് കണ്ണുകൾ പായുമ്പോൾ അതേ സുവർണ ലിപികളിൽ നമ്മൾ ടിവിയിൽ കാണുന്നത് പോലെ, സ്ക്രീനിൽ കാണുന്നത് പോലെ സ്വർണ്ണ നിറത്തിൽ വീണ്ടും എഴുതി കാണിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 16:31. കർത്താവായി യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന ആ ഒരു വചനം എന്നെ അതിശക്തമായി പിടിച്ചുലയിച്ചു. പിറ്റേ ദിവസം രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ കഴിഞ്ഞ 30 വർഷമായി നിന്റെ ജീവിതത്തിൽ ആരെയെല്ലാം ഉപദ്രവിച്ചിട്ടുണ്ടോ അവരെയെല്ലാം പോയി നേരിൽ കണ്ട് അവരോട് ക്ഷമ ചോദിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ കർത്താവ് വെച്ചു. ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറായി പ്രിയരെ. രാവിലെ ഞാൻ ഇറങ്ങി. എൻ്റെ ആ കഴിഞ്ഞകാല ജീവിതത്തിൽ നിരവധി ആളുകളെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, മാനഹാനി വരുത്തിയിട്ടുണ്ട്, ആത്മാവിന് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട്. അവരെ എല്ലാം പോയി കണ്ട് അവരായിരിക്കുന്ന ഇടങ്ങളിൽ, വീടുകളിലാണെങ്കിൽ വീടുകളില്, തെരുവിലാണെങ്കിൽ തെരുവില്, കടകളിലാണെങ്കിൽ കടകളില് അവരെ ചെന്ന് കണ്ട് അവരോട് ദയാപൂർവം അവരുടെ കാല് പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പ്രിയ സഹോദര, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആദ്യം ഒരു പാപസങ്കീർത്തനം ഞാൻ പാപം ചെയ്ത, ഞാൻ തെറ്റ് ചെയ്ത ആളുകളോട് ക്ഷമ ചോദിച്ചപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ടു. മദ്യപാനശീലം പൂർണ്ണമായി നിന്നു, ലഹരി മരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായി നിന്നു, മദ്യം എൻ്റെ കൈ കൊണ്ട് കൊടുക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു. ആയുഷ്കാലം മുഴുവൻ എനിക്ക് ജീവിക്കാമായിരുന്ന, സാമ്പത്തിക നേട്ടമുണ്ടാക്കാമായിരുന്ന യൂണിയൻ തൊഴിൽ ഞാൻ രാജിവെച്ചു. ഷാപ്പ് അടച്ചുപൂട്ടി 2 മുറി പീടികയിൽ നിന്ന് എനിക്ക് കിട്ടാമായിരുന്ന വാടക വരുമാനം ഞാൻ വേണ്ട എന്ന് വെച്ച് ഷാപ്പ് അടച്ചുപൂട്ടി അവിടെ നിന്ന് ഷാപ്പ് എടുപ്പിച്ച് 3 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് എടുപ്പിക്കാൻ ദൈവം കൃപ തന്നു. അത് മാത്രമല്ല, കള്ളി ഷാപ്പിന്റെ ബോർഡ് എടുത്ത് പുതിയ പെയിന്റ് അടിച്ച് എന്നെ പോലെ ഇതുപോലെ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ടെന്ന ഗാനം പാടി കള്ളി ഷാപ്പിന്റെ തിണ്ണയിലും തെരുവോരങ്ങളിലും രാത്രിയിൽ വീട്ടിൽ പോകാതെ കിടന്നുറങ്ങിയിരിക്കുന്ന നിരാശ ഗായകന്മാർക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് നിരവധി ജീവിതങ്ങളെ രക്ഷിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അനേക കുടുംബങ്ങൾ അതുവഴി രക്ഷപ്പെട്ടു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കഴിഞ്ഞിരുന്ന നിരവധി ആളുകളെ ഞാൻ കണ്ട രക്ഷയിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും കർത്താവ് എനിക്ക് കൃപ തന്നു. ഞാൻ ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത് കണ്ടപ്പോ അതിനു മുമ്പ് എന്റെ സ്വഭാവം കണ്ടിരുന്ന ആളുകള് എന്നോട് ചോദിച്ചു, നിനക്കെന്താ ധ്യാനം കൂടി വട്ടുപിടിച്ചോ? നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിന്റെ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, നിനക്ക് വാടക കിട്ടുമായിരുന്ന കെട്ടിടം നീ അടച്ചുപൂട്ടിയിരിക്കുന്നു, നീ ഇനി എങ്ങനെ ജീവിക്കും? 3 കുഞ്ഞുങ്ങളും ഭാര്യയും നിനക്ക് നോക്കേണ്ടേ എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. നിനക്ക് ധ്യാനം കൂടി വട്ടുപിടിച്ചോ എന്ന്. എന്നാൽ നിങ്ങൾക്കൊന്ന് കേൾക്കണോ പ്രിയരെ, ഞാൻ കഴിച്ച 20 വർഷം മുമ്പ്, 20 വർഷക്കാലം ഞാൻ ഉപയോഗിച്ച ലഹരി മരുന്നുകളേക്കാൾ 10,000 മടങ്ങ് ലഹരിയാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പ്രഘോഷിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം എന്ന് പറയുന്നത്. അതിന്റെ ലഹരി എത്രയോ ഉന്നതമാണ്. ആ ലഹരിയിലേക്ക് ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ലഹരികളും, തിന്മയുടെ എല്ലാ മേഖലകളും അവനിൽ നിന്ന് സമ്പൂർണമായി മാറ്റപ്പെടും. അങ്ങനെ ഒരു മാറ്റപ്പെടലിന്റെ, അങ്ങനെ ഒരു തിരുത്തലിന്റെ സന്ദേശമാണ് ഞാൻ മുമ്പ് സംസാരിച്ച, ഞാൻ ആദ്യം ബൈബിളിൽ തുടങ്ങി വെച്ച ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ കർത്താവ് അരുളി ചെയ്തത്. എത്ര വലിയ പാപിയായിരുന്നാലും ശരി, എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും ശരി, കൊടും കൊലപാതകയാണെങ്കിലും ശരി, അവനെ മാറോട് ചേർത്ത്, അവനെ അനുദപിച്ച്, അവനെ നന്മയിലേക്ക് കൊണ്ടുവന്ന് പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുന്ന അത്ഭുതകരമായ പ്രവൃത്തിയാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു നീതിമാന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചതല്ല, മറിച്ച് നിരവധിയായ പാപികൾക്ക് വേണ്ടി ജന്മനാ കർമ്മണ വാച നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ പാപങ്ങൾക്കും 2023 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിലെ കുരിശിൽ, പലസ്തീനായിൽ കുരിശിലേറി മരിച്ച് അവന്റെ അവസാന തുള്ളി രക്തവും ഈ മണ്ണിൽ വീഴ്ത്തിക്കൊണ്ട് നാം ചെയ്യാനിരിക്കുന്നതും നമ്മുടെ പൂർവികർ ചെയ്തു പോയതും വരും തലമുറ ചെയ്യുന്നതുമായ മുഴുവൻ പാപങ്ങൾക്കും പരിഹാരമായി പരമപരിശുദ്ധനായ ദൈവം സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ
കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് നിത്യരക്ഷ നൽകിക്കൊണ്ട് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയരെ, ഇനി ഒരു രക്ഷയ്ക്ക് വേണ്ടി നാം ഓടി നടക്കേണ്ടതില്ല. ഈ സത്യം വിശ്വസിച്ചേറ്റു പറഞ്ഞാൽ, കർത്താവായ യേശുവിൽ വിശ്വസിച്ച് അവന്റെ നാമം ഏറ്റു പറഞ്ഞാൽ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ദൈവമേ എന്ന് പറഞ്ഞാൽ ഈ രക്ഷ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇത് സൗജന്യ രക്ഷയാണ്. ഇതിന് മറ്റൊരു വിധത്തിലും യാതൊരുവിധ കടപ്പാടും നമുക്കില്ല. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മുടെ രക്ഷയ്ക്ക് കർത്താവായ യേശു മാത്രമേ ഉള്ളൂ എന്നുള്ള വലിയൊരു സത്യം മനസ്സിലാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ അതിനുശേഷം എനിക്കുണ്ടായിരുന്ന സാമ്പത്തിക നേട്ടം, എനിക്കില്ലാതിരുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് തന്നു. ഭൗതികമായ നേട്ടങ്ങള്, ആത്മീയമായ നേട്ടങ്ങള്, എന്നെ ഉപേക്ഷിച്ചു പോയ ഭാര്യയും മക്കളും തിരിച്ചു വന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എന്നെ വേണ്ടപ്പെട്ടവര്, എന്നെ തള്ളിക്കളഞ്ഞവരെല്ലാം എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ വലിയൊരു സ്നേഹത്തിന്റെ വലിയൊരു അനുഭവം, എൻ്റെ ഉള്ളിലുള്ള വിദ്വേഷം, വെറുപ്പ്, അഹങ്കാരം ഇതെല്ലാം മാറി വലിയ എളിമയും സന്തോഷവും സമാധാനവും എൻ്റെ ജീവിതത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് പരമാർത്ഥം. അതുകൊണ്ട് സത്യത്തിന്റെ മാർഗമായ, സന്തോഷത്തിന്റെ മാർഗമായ, സമാധാനത്തിന്റെ മാർഗമായ, പ്രത്യാശയുടെ മാർഗമായ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളൊന്ന് ആലോചിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ, ഏത് നിമിഷവും നമ്മുടെ ജീവിതം ഈ സുന്ദരമായ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടേക്കാം. എന്നാൽ നമുക്ക് സൗജന്യമായി തന്ന നമ്മുടെ ജീവനെ നാം ആഗ്രഹിക്കാതെ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമുക്ക് ജന്മം നൽകിയ ഒരു പിതാവായ ദൈവമുണ്ട്, ഒരു സ്വർഗസ്ഥനായ ദൈവമുണ്ട്. അവന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനല്ല, നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അവനെങ്കിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാമോ? ഏതെല്ലാം കെട്ടുപാടുകളിൽപ്പെട്ട് തകർന്ന ജീവിതങ്ങളാണെങ്കിലും, ഏതെല്ലാം ദുശീലങ്ങളുടെ തടവറയിൽ നിങ്ങൾ അകപ്പെട്ട് കിടക്കുകയാണെങ്കിലും, ആ തടവറകളെ ഭേദിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ ജീവൻ നൽകാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറക്കെ പറഞ്ഞുകൊണ്ട്, ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു നാമമല്ലാതെ. അപ്പസ്തോല പ്രവർത്തനം 4:12 ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഈ തിരുവചനത്തില്, വിശുദ്ധ ബൈബിളിൽ ആ ഗ്രന്ഥം ആ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 4:12 ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു നാമമല്ലാതെ. കാരണം അത് സ്വർഗത്തിന്റെ നാമമാണ്. യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് 700-800 വർഷങ്ങൾക്ക് മുമ്പ് 300-ൽ പരം പ്രവാചകന്മാർ ഈ ഭൂമിയുടെ വിവിധ കോണുകളിൽ ഇരുന്നു കൊണ്ട്, വിവിധ ഭൂഖണ്ഡങ്ങളുടെ വിവിധ കോണുകളിൽ ഇരുന്നു കൊണ്ട് പ്രവചിച്ചു, കാലസമ്പൂർണതയിൽ ഒരു രക്ഷകനെ ഞാൻ ഭൂമിയിലേക്ക് അയക്കും. അവൻ ഇന്ന ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. ആ ലക്ഷണങ്ങൾ പൂർത്തിയാക്കിയ ഒരേ ഒരാൾ കർത്താവായ യേശു. അവൻ പറഞ്ഞതുപോലെ ജീവിച്ചതുപോലെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞും പ്രവർത്തിച്ചും ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ അവൻ കടന്നു പോകുന്ന സമയത്ത് അവസാനമായി അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ പിടിക്കുകയും എന്നെ ഉപദ്രവിക്കുകയും കുരിശിൽ തറയ്ക്കുകയും കൊല്ലുകയും ചെയ്യും, എന്നാൽ 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അങ്ങനെ യേശു പറഞ്ഞതുപോലെ 3-ാം ദിവസം അത്ഭുതകരമായി കല്ലറകളെ ഭേദിച്ചുകൊണ്ട് റോമൻ സൈന്യാധിപന്മാരെ, റോമൻ സൈന്യത്തിന്റെ 60 പേരടങ്ങുന്ന ഒരു ഗ്യാങ്ങിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അദ്ദേഹത്തെ അടച്ചിരുന്ന കല്ലറയെ തുറന്നുകൊണ്ട് അത്ഭുതകരമായി 3-ാം ദിവസം തന്നെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രഘോഷിക്കുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രിയരെ, ഒരു സാധാരണ മനുഷ്യൻ ജനിച്ചു ജീവിച്ചു മരിച്ചതുപോലെ ഞങ്ങളും കണക്കാക്കിയതിന്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതാണ് ഞാൻ യേശുവിനെ പ്രഘോഷിക്കാനുള്ള കാരണം. ലോകത്തിൽ ഒരു മഹാനും എത്രയോ ആശയങ്ങൾ പ്രചരിപ്പിച്ച എത്രയോ മഹാന്മാർ ഈ ഭൂമിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ യേശു മാത്രമാണ് ഉയർത്തെഴുന്നേറ്റത്. ആ യേശുവിന്റെ കല്ലറ ഇന്നും ഒഴിഞ്ഞു കിടക്കുകയാണ്. നാം പലസ്തീനായിലെ യേശുവിന്റെ കല്ലറയെങ്കിൽ ചെന്നാൽ കാണാം, അതിന്റെ കവാടത്തിങ്കൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തുകൊണ്ട്? അവൻ ഇവിടെ ഇല്ല. എത്രയോ മഹാന്മാരുടെ കല്ലറകൾ ഇന്നും ചാരം ചൂടിക്കിടക്കുമ്പോൾ, പൊടി ചൂടിക്കിടക്കുമ്പോൾ യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുകയാ. കാരണം അവനൊരു മനുഷ്യ ശക്തിക്ക് കീഴ്പ്പെടുകയല്ല, അവൻ ദൈവമായതുകൊണ്ട് അവന് കല്ലറകളെ ഭേദിക്കാൻ സാധിക്കും. പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുണ്ട് അവന്. കടലുകളെ കാറ്റിനെയും കടലിനെയും ശാസിച്ച് അതിനെ ശാന്തമാക്കിയ ദൈവമാണ്. മരിച്ചവനെ ഉയർപ്പിച്ച ദൈവമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ദൈവം, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ദൈവം, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവം
ഈ ദൈവത്തോട് നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ സത്യദൈവത്തെ തിരിച്ചറിയാൻ നിങ്ങൾ പരിശ്രമിക്കണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട്, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് ഈ വളയം ദേശത്ത് ഈ അങ്ങാടിയിൽ വന്ന് നിന്നുകൊണ്ട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രേരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച നിർബന്ധമായും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി വന്ന് നിങ്ങളെ കാണാനും നിങ്ങളോട് സുവിശേഷം പറയാനുമായിട്ടാണ് ഞങ്ങളെ ദൈവം വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ബൈബിൾ തീർത്തും ഞങ്ങൾക്ക് ഇവിടെ വന്ന് ആളുകൾ വാങ്ങിക്കൊണ്ടുപോയിരിക്കുക. അത്ഭുതകരം എന്ന് പറയട്ടെ, ഇന്ന് എത്ര ബൈബിൾ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നാലും ചിലവാകുമായിരുന്നു. അതുപോലെ അത്ഭുതകരമായ സ്ഥിതി വിശേഷം ഈ ദേശത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ പോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിതം തുലഞ്ഞ് കുടുംബത്തിന് വേണ്ട ജീവിത പങ്ക്, ഭാര്യയ്ക്ക് വേണ്ട, ഭർത്താവിന് വേണ്ട, മക്കൾക്ക് വേണ്ട, ഇങ്ങനെ കുടുംബത്തിൽ ഒറ്റപ്പെട്ടവനായി എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ ഇനി എന്തിന് ജീവിക്കണം, എന്റെ കടബാധ്യത, എന്നെ മറ്റുള്ളവർ മനസ്സിലാക്കാത്ത അവസ്ഥ, ഒറ്റപ്പെടുന്ന അവസ്ഥകൾ, ഏതെങ്കിലും അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന വചനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു എന്ന ജീവനുള്ള വചനം. യേശുവിന്റെ വചനങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ നിത്യരക്ഷ പ്രാപിക്കൂ. ഈ ലോക ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുമ്പോൾ നമുക്ക് ദൈവം കടമായി തന്ന ആത്മാവിനെ അതേ വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ തിരിച്ചേൽപ്പിച്ച് എന്നെന്നും നിത്യതയോടൊപ്പം എന്നെന്നും വാഴാൻ ഈ നശ്വരമായ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ദൈവം തന്ന ഈ കടമായ ആത്മാവിനെ അതേപോലെ തന്നെ ഒരു പോറലും ഏൽപ്പിക്കാതെ വിശുദ്ധിയിൽ തിരിച്ചേൽപ്പിച്ച് നിത്യതയിൽ എന്നെന്നും വാഴാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട്, എന്നെ ഇത്രയും സമയം കേട്ട നിങ്ങൾക്കേവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.